നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കണ്ണൂർ തളാപ്പിൽ പൂട്ടിയിട്ട വീട്ടുകിണറ്റിൽ അജ്ഞാത മൃതദേഹം. ടൗൺ പോലീസ് അന്വേഷണം തുടങ്ങി. ചരിത്രത്തെ വികൃതമാക്കാനും ചരിത്രം കീഴ്മേൽ മറിക്കാനും ചരിത്രത്തിന്റെ പേരിൽ മത തീവ്രവാദം പ്രചരിപ്പിക്കാനുമുള്ള നീക്കങ്ങളാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് KT ജലീൽ MLA. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA-യുടെ 33ാം സംസ്ഥാന സമ്മേളന ലോഗോ തലശ്ശേരി പ്രസ് ഫോറത്തിൽ പ്രകാശനം ചെയ്തു. റേഷൻ പുനഃസ്ഥാപിക്കണമെന്നും ഒഴിവുള്ള മുഴുവൻ തസ്തികയിലും നിയമനം നടത്തണമെന്നും ആവശ്യപ്പെട്ട് CPM-ന്റെ നേതൃത്വത്തിൽ മാഹി ഗവൺമെന്റ് ഹൌസിലേക്ക് ബഹുജന മാർച്ച്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ പ്രവർത്തക ടീസ്റ്റ സെതൽവാദിന് കേരളത്തിലെ പ്രമുഖ നിയമപണ്ഡിതനും അഭിഭാഷകനും മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന അഡ്വക്കേറ്റ് KE ഗംഗാധരൻ മെമ്മോറിയൽ അവാർഡ് സമർപ്പണം വെള്ളിയാഴ്ച. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ തളാപ്പിൽ പൂട്ടിയിട്ട വീട്ടുകിണറ്റിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുരുഷന്റെ മൃതദേഹമാണ് അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. ചെന്നൈയിൽ താമസിക്കുന്ന S ഭാഗ്യലക്ഷ്മിയുടെ വീട്ടുകിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ടൗൺ ഇൻസ്പെക്ടർ PA ബിനു മോഹന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്റെ മൃതദേഹമാണ് കിണറ്റിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ചരിത്രത്തെ വികൃതമാക്കാനും ചരിത്രം കീഴ്മേൽ മറിക്കാനും ചരിത്രത്തിന്റെ പേരിൽ മത തീവ്രവാദം പ്രചരിപ്പിക്കാനുമുള്ള നീക്കങ്ങളാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് ഡോക്ടർ KT ജലീൽ MLA. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA-യുടെ 33ാം സംസ്ഥാന സമ്മേളന ലോഗോ തലശ്ശേരി പ്രസ് ഫോറത്തിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജലീൽ MLA. രാജ്യവ്യാപകമായി ഇത്തരം നീക്കങ്ങളെ എതിർക്കണം. രാജ്യത്ത് ഇതിനെതിരായി പ്രതിരോധം തീർക്കുന്നത് ഇടതുപക്ഷ കക്ഷികൾ ഉൾപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കേവല രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം എന്നതിനപ്പുറത്തേക്ക് ഇത്തരം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കാൻ ഇടയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അർത്ഥഗർഭമായ മൗനമാണ് അവലംബിക്കുന്നത്. കേവല രാഷ്ട്രീയ മാറ്റത്തിലൂടെ RSSും BJPയും രാജ്യത്ത് ഉയർത്തുന്ന ഭീഷണിയെ നമുക്ക് നേരിടാൻ കഴിയില്ല എന്നതിനപ്പുറത്തേക്ക് അതിന് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വലിയ മാനങ്ങളുണ്ട്. അടിസ്ഥാനപരമായി ഇന്ത്യയും മതനിരപേക്ഷത ആക്കി നിലനിർത്താൻ മതാന്ധതയുടെ ശക്തികളുടെ പിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വളരെ സംഘടിതമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ടെന്നും KT ജലീൽ പറഞ്ഞു. വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനും സംഘടിതമായ നീക്കങ്ങൾ കേന്ദ്ര ഭരണകൂടം നടത്തുന്നത് വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിച്ചാൽ മാത്രമേ ബഹുസ്വര ഇന്ത്യയെ തകർത്ത് മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്ന് മതഭ്രാന്തന്മാരും മതാന്ധതയുടെ ശക്തികളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ചരിത്രത്തെ വികൃതമാക്കാനും ചരിത്രം കീഴ്മേൽ മറിക്കാനും ചരിത്രമല്ലാത്തത് ചരിത്രത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കാനും സംഘടിതമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഇതിനെ രാജ്യവ്യാപകമായി എതിർക്കേണ്ടതുണ്ട്, പ്രതിരോധിക്കേണ്ടതുണ്ട്. ഫലപ്രദമായിട്ടുള്ള പ്രതിരോധം രാജ്യത്ത് ഇതിനെതിരായിട്ട് തീർക്കുന്നത് ഇടതുപക്ഷ കക്ഷികളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. കേരളം പല കാര്യങ്ങളിലും ഇന്ത്യക്ക് മാതൃകയാണ്. ഫാസിസ്റ്റ് പ്രതിരോധ രീതികൾ അവലംബിക്കുന്ന കാര്യത്തിൽ കേരളം തന്നെയാണ് രാജ്യത്തിന് മാതൃകയാകുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന നാമമാത്രമായ സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ഈ മേഖലകളിലേക്ക് കണ്ണും കാതും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുതയെന്നും ജലീൽ കുറ്റപ്പെടുത്തി. നമ്മളുടെ രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് വ്യവസ്ഥാപിതമായിട്ട് നടക്കുന്നത്. കേരളം പല കാര്യങ്ങളിലും ഇന്ത്യക്ക് മാതൃകയാണെന്നതുപോലെ ഫാസിസ്റ്റ് പ്രതിരോധ രീതികൾ അവലംബിക്കുന്ന കാര്യത്തിലും കേരളം തന്നെയാണ് രാജ്യത്തിന് മാതൃകയാകുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന നാമമാത്രമായിട്ടുള്ള സംസ്ഥാനങ്ങളാണെങ്കിലും നമ്മളുടെ രാജ്യത്തുണ്ട്. പക്ഷെ അവരൊന്നും ഈ മേഖലകളിലേക്ക് കണ്ണും കാതും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസ് അല്ലാത്ത BJP ഇതര സർക്കാരുകളും
വേണ്ടതുപോലെ ഈ രംഗത്ത് ശ്രദ്ധ പതിപ്പിക്കുന്നതായി കാണുന്നില്ല. അടിസ്ഥാനത്തെ കാണാതെ മേൽപ്പാടയിൽ മാത്രം മാറ്റങ്ങളും വ്യത്യാസങ്ങളും വന്നതുകൊണ്ട് നമ്മളുടെ രാജ്യത്ത് സ്ഥായിയായ പരിവർത്തനം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. മതനിരപേക്ഷ വിദ്യാഭ്യാസം, ബഹുസ്വര ഇന്ത്യ, വികസിത കേരളം എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനവും MLA നിർവഹിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കളായ MK ബീന, KC മഹേഷ്, K രഞ്ജിത്ത്, KC സുധീർ, K ശശീന്ദ്രൻ, PB സുരേന്ദ്രൻ, TV സഗീഷ് തുടങ്ങിയവരും സംബന്ധിച്ചു. റേഷൻ പുനഃസ്ഥാപിക്കണമെന്നും ഒഴിവുള്ള മുഴുവൻ തസ്തികയിലും നിയമനം നടത്തണമെന്നും ആവശ്യപ്പെട്ട CPMന്റെ നേതൃത്വത്തിൽ മാഹി ഗവൺമെന്റ് ഹൗസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കൾക്ക് പ്രീപെയ്ഡ് മീറ്റർ ഏർപ്പെടുത്തി വൈദ്യുതി വകുപ്പ് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തുക, മത്സ്യബന്ധന തുറമുഖ നിർമ്മാണം പുനരാരംഭിക്കുക, കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി സാധാരണഗതിയിൽ നാം ഉപയോഗിച്ചതിന് ബില്ല് കൊടുക്കലാണ്, പണമടക്കലാണ് പതിവ് രീതി. സ്വകാര്യവൽക്കരണത്തിന്റെ ആദ്യ ലക്ഷണം വൈദ്യുതി വകുപ്പ് പ്രീപെയ്ഡ് മീറ്റർ എല്ലാ വൈദ്യുതി ഉപഭോക്താക്കൾക്കും സ്ഥാപിക്കാനായി ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. ടെൻഡറിൽ ഇന്നത്തെ നിലയിൽ NR കോൺഗ്രസും BJPയും ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അദാനിക്കോ അതുപോലെയുള്ളവർക്കോ അല്ലാതെ മീറ്റർ ടെൻഡർ വഴി സ്ഥാപിക്കാനുള്ള അധികാരം മറ്റാർക്കും കിട്ടാൻ സാധ്യതയില്ല. പുതുച്ചേരിയിലെ NR കോൺഗ്രസ് BJP സർക്കാർ വൈദ്യുതി വകുപ്പ് കോർപ്പറേറ്റുകൾക്ക് വിൽക്കാൻ നോക്കുകയാണെന്ന് MV ജയരാജൻ പറഞ്ഞു. പ്രീപെയ്ഡ് മീറ്റർ സ്ഥാപിക്കുന്നതോടെ ചാർജ് മുൻകൂട്ടി അടക്കേണ്ടി വരും. മീറ്റർ സ്ഥാപിക്കാൻ ടെൻഡർ വിളിച്ചു കഴിഞ്ഞു. അരിക്ക് പകരം പണം പ്രഖ്യാപിച്ചവർ റേഷൻ സംവിധാനം തന്നെ തകർത്തു. സർക്കാർ ഓഫീസുകളിൽ ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തുന്നില്ല. അഭ്യസ്തവിദ്യരായ തൊഴിൽരഹിതരെ വെല്ലുവിളിക്കുകയാണ് സർക്കാർ. മാഹിയിൽ വികസനം പാടെ സ്തംഭിച്ചിരിക്കുകയാണെന്നും MV ജയരാജൻ പറഞ്ഞു. അപ്പൊ ഇവിടെ പഠിച്ചു പാസ്സായി ഇവിടുന്ന് തന്നെ കോളേജിൽ നിന്ന് ജയിച്ചു പുറത്തു വരുന്നവർ നോക്കി നിൽക്കുകയാണോ വേണ്ടത്? മാഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരുടെ പ്രശ്നമാണ്. കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി മാഹിയിൽ ജോലി കാണാം എന്ന് ഒരു സ്വപ്നവും ആർക്കും വേണ്ട എന്ന വിധത്തിലാണ് സർക്കാരിന്റെ നയം. CK രമേശൻ, കാരായി ചന്ദ്രശേഖരൻ, T സുരേന്ദ്രൻ, V ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. KP സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മാഹി പള്ളി മൈതാനം കേന്ദ്രീകരിച്ചുള്ള മാർച്ചിന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് അഫ്സൽ, K ജയപ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. ഗവൺമെന്റ് ഹൗസിന് മുന്നിൽ മാർച്ച് തടഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഒപ്പുകളടങ്ങിയ നിവേദനം CPM നേതാക്കൾ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറി. 1.5 പവന്റെ സ്വർണ്ണ പാദസരം നഷ്ടപ്പെട്ട വിവരം കോളേജ് വിദ്യാർത്ഥിനി അറിയുന്നത് ഓട്ടോ ഡ്രൈവർ തിരിച്ചു നൽകാനെത്തിയപ്പോൾ. കല്ലിക്കണ്ടി NIM കോളേജിലെ MCOM വിദ്യാർത്ഥിനിയുടെ 1.5 പവന്റെ പാദസരമാണ് വ്യാഴാഴ്ച രാവിലെ കോളേജിലേക്കുള്ള യാത്രാമധ്യേ കല്ലിക്കണ്ടി ടൗണിൽ നഷ്ടപ്പെട്ടത്. പാദസരം കല്ലിക്കണ്ടിയിലെ ഓട്ടോ ഡ്രൈവർ സഗീഷിന് ലഭിക്കുകയും കോളേജ് അധികാരികളെ ബന്ധപ്പെടുകയുമായിരുന്നു. സഗീഷിന്റെ സത്യസന്ധതയെ അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ അനൂപ് ഗാർഗും കോളേജ് അധികാരികളും അനുമോദിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് കല്ലിക്കണ്ടി ജീപ്പ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സ്വർണ്ണ പാദസരം ടൗണിലെ ഓട്ടോ ഡ്രൈവർ KK സഗീഷിന് ലഭിച്ചത്.
കോളേജ് വിദ്യാർത്ഥിയുടേതാവാം സ്വർണ്ണപാദസരം എന്ന സംശയത്തിൽ സഗീഷും സഹപ്രവർത്തകരും കല്ലിക്കണ്ടി NAM കോളേജ് സെക്രട്ടറി സമീർ പറമ്പത്തിനെ ബന്ധപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് കോളേജിൽ ഇക്കാര്യം അനൗൺസ് ചെയ്തതോടെയാണ് MCOM വിദ്യാർത്ഥിനിയുടേതാണ് പാദസരം എന്ന് വ്യക്തമായത്. എന്നാൽ പാദസരം നഷ്ടപ്പെട്ട വിവരം വിദ്യാർത്ഥിനി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കോളേജിലെത്തി സഗീഷും സഹപ്രവർത്തകരും പ്രിൻസിപ്പൽ T മജീഷിനെ പാദസരം ഏൽപ്പിച്ചു. ഈ സമയം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്ലാസ് ഉദ്ഘാടനം ചെയ്യാനായി കോളേജിലെത്തിയ അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് സഗീഷിനെയും സഹപ്രവർത്തകരെയും അനുമോദിച്ചു. ഓട്ടോ ഡ്രൈവർമാരുടെ സത്യസന്ധതയെ കോളേജ് അധികൃതരും അനുമോദിച്ചു. കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് അടിയോട്ടിൽ അഹമ്മദ്, ജനറൽ സെക്രട്ടറി PPA ഹമീദ്, സെക്രട്ടറി സമീർ പറമ്പത്ത് എന്നിവരും അനുമോദിച്ചു. ശബരിമല യാത്രയ്ക്കായി വ്രതം നോറ്റിരിക്കുകയാണ് അയ്യപ്പ ഭക്തൻ കൂടിയായ സഗീഷ്. മനുഷ്യാവകാശ പ്രവർത്തക ടീസ്റ്റ സെതൽവാദിന് കേരളത്തിലെ പ്രമുഖ നിയമ പണ്ഡിതനും അഭിഭാഷകനും മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന അഡ്വക്കേറ്റ് K ഗംഗാധരൻ മെമ്മോറിയൽ അവാർഡ് വെള്ളിയാഴ്ച സമ്മാനിക്കും. ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4:45 ചേരുന്ന ചടങ്ങിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് MV ജയരാജൻ മുൻ MLA അവരുകളാണ്. അദ്ദേഹം പ്രഭാഷണം നടത്തും. ഇതിന് പുറമെ ലോയേഴ്സ് യൂണിയന്റെയും ട്രസ്റ്റിന്റെയും നിരവധിയായ രീതിയിൽ വിജയിപ്പിക്കുന്നതിനും മറ്റും ആണ് മീഡിയ തുടങ്ങിയ എല്ലാ ആൾക്കാരുടെയും സഹായം നമുക്ക് ആവശ്യമുണ്ട്. K ഗംഗാധരൻ അനുസ്മരണം മുൻ MLA അഡ്വക്കേറ്റ് MV ജയരാജൻ നിർവഹിക്കും. അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം ടീസ്റ്റ സെതൽവാദ് സദസ്സിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനും അഡ്വക്കേറ്റ് K ഗംഗാധരൻ മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായാണ് പുരസ്കാരം നൽകി വരുന്നത്. ലോയേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വിനോദ് കുമാർ ചമ്പളോൻ, ട്രസ്റ്റ് കമ്മിറ്റി ചെയർപേഴ്സൺ സുധ അഴീക്കോട്, ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് K അജിത് കുമാർ, തലശ്ശേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് GP ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ സീബ്ര ലൈനിൽ ബൈക്കിടിച്ച് വയോധികന് പരിക്ക്. കൂവോട്ട് ആയുർവേദ ആശുപത്രിക്ക് സമീപത്തെ അശോകനാണ് പരിക്കേറ്റത്. അശോകന് ലൂർദ് ആശുപത്രിയിൽ ചികിത്സ നൽകി. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. KL 59 Z 8207 ബൈക്കാണ് ഇടിച്ചത്. സീബ്ര ലൈനിൽ വഴിയാത്രക്കാർ പ്രവേശിച്ചാൽ വാഹനം നിർത്തണമെന്നാണ് നിയമം. എന്നാൽ ഇത് പാലിക്കാതെ അതിവേഗതയിൽ സീബ്ര ലൈനിലൂടെ വാഹനം, പ്രത്യേകിച്ചും ഇരുചക്ര വാഹനം ഓടിച്ചു പോവുക പതിവാണ്. അടുത്ത കാലത്തായി ഇതേ സീബ്ര ലൈനിൽ 4ഓളം അപകടം നടന്നിട്ടുണ്ട്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് പാസ്വേഡ് സംഘടിപ്പിച്ചു. കല്ലിക്കണ്ടി NAM കോളേജിലാണ് ക്യാമ്പ് നടന്നത്. അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് IAS ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. Most critical part for any student is the standard between 9 to 12. At that particular time, if you get access to career guidance, nothing like it. But even in college, if you are getting, I think you have that opportunity, and you are very few among the students in the entire country, trust me, to have this kind of opportunity to get exposure to career guidance. And again, if I was in your position, I wouldn't have taken this seriously. Especially on a holiday, I would never have taken this seriously. And also, because again, this would again be like someone is coming because the college has asked you to come, so you are coming here, you have to sit here for some time, and then you will, as usual, go. So you will not utilize this opportunity. But trust me, when you go out of this institution, you will realize the value of this. And personality development is not something which you can inculcate in one day. Yes, they will give you, tips and techniques to develop your personality, but then you should use this, and you should use this on a daily basis to actually refine your personality. NAM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ T മജീഷ് അധ്യക്ഷനായി. CCMY തലശ്ശേരി പ്രിൻസിപ്പൽ ഡോക്ടർ TK മുനീർ ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു. CCMY പയ്യന്നൂർ പ്രിൻസിപ്പൽ K സുജാത, കളക്ടറേറ്റ് ജൂനിയർ സൂപ്രണ്ട് PR കിഷോർ, കല്ലിക്കണ്ടി NAM കോളേജ് ജൂനിയർ സൂപ്രണ്ട് K അലി എന്നിവർ സംസാരിച്ചു.
ലൈഫ് കോച്ച് മെന്റർ NN താജ്, സ്റ്റോറി ടെല്ലർ ക്ലബ്ബ് CEO നിസാർ പട്ടുവം എന്നിവർ 2 സെഷനുകളായി ക്ലാസ് നയിച്ചു. കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ MK ആരിഫ് സ്വാഗതവും മുസ്ലിം എഡ്യൂക്കേഷൻ സെക്രട്ടറി സമീർ പറമ്പത്ത് നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. വജ്ര കൺവെൻഷൻ സെന്റർ, വലിയ വെളിച്ചം, കൂത്തുപറമ്പ. 1000 പേർക്കിരിക്കാനുള്ള സൗകര്യത്തോടു കൂടിയ എയർ കണ്ടീഷൻഡ് ഓഡിറ്റോറിയം. വിശാലമായ പാർക്കിംഗ് സൗകര്യം, ഡൈനിംഗ് ഹാൾ, മിനി പാർട്ടി ഹാൾ, സ്യൂട്ട് റൂംസ്, ഓപ്പൺ സ്റ്റേജ്. വജ്ര കൺവെൻഷൻ സെന്റർ നിയർ BS പെട്രോളിയം, വലിയ വെളിച്ചം, കൂത്തുപറമ്പ. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 0490 2338 912. മൊബൈൽ 9846816762. അറിഞ്ഞോ 15% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സൂപ്പർ സെയിൽ സൂപ്പർ ഡിസ്കൗണ്ട്. എല്ലാ സെക്ഷനുകളിലെയും ഏറ്റവും പുതിയ 20 കളക്ഷനുകൾ 15 മുതൽ 50% വരെ ഡിസ്കൗണ്ടിൽ. ഈ ഓഫർ നവംബർ 5 മുതൽ ഡിസംബർ 5 വരെ ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ബ്രാഞ്ചുകളിൽ മാത്രം. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ, സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ടേലി ടവർ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, നാരങ്ങാപുരം, തലശ്ശേരി. മാഹി മലയാള കലാഗ്രാമത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ഭരതനാട്യം, കുച്ചിപ്പുടി, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലേക്കുള്ള അപേക്ഷകൾ ഒക്ടോബർ 20 മുൻപായി ലഭിച്ചിരിക്കേണ്ടതാണ്. ഫോൺ 0490 233 2961 7907 361149 9447 ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497 360 333. മറ്റു വാർത്തകളിലേക്ക്. വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LSS USS പരീക്ഷാ പരിശീലന ക്യാമ്പിന് തുടക്കമായി. സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മച്ചപ്പാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. തലശ്ശേരി മുൻ AEO K തിലകൻ ശാസ്ത്ര പരീക്ഷണത്തിലൂടെ ദീപം തെളിയിച്ച് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ക്യാമ്പ് എന്തായിരിക്കുന്നു? നിങ്ങൾ നന്നായിട്ട് നിരീക്ഷിക്കുക. ഇതിന്റെ കാരണം ഇപ്പൊ കണ്ടെത്തണം. ഞാൻ എന്താ ഇട്ടത്?
കരികല്ലല്ലേ മോന് തന്നെ ഒരു സംശയമില്ല. ഇതിലെ ഒഴിച്ചെന്താണ്? വെള്ളം. ശരിയല്ലേ? തിരിയുണ്ട്, ഇതിലേക്ക് തിരിയുണ്ടോ? മുടിയിട്ടിട്ടില്ലേ? ഇതിങ്ങനെ എന്ത് ചെയ്യുന്നു? കത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ ഉള്ളിൽ ഇപ്പൊ ഒരു 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 വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായില്ലേ? എന്തെന്നാ പ്രശ്നം ഉണ്ടായത്? ഇത് എങ്ങനെയാണെന്ന് ഇല്ലേ ഉണ്ടായോ? ഇത് എങ്ങനെയാണെന്നുള്ള ഒരു ചിന്ത വരാത്ത ആരെങ്കിലും ഉണ്ടോ? അലൂമിനി കമ്മിറ്റി അംഗം PO ഗിരിജ അധ്യക്ഷയായി. ജനറൽ കൺവീനർ നാഷിഫ് അലിമിയാൻ, സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രശാന്ത്, ടി ചന്ദ്രി എന്നിവർ സംസാരിച്ചു. എരഞ്ഞോളി, പിണറായി, കതിരൂർ പഞ്ചായത്തുകളിലെ LP, UP സ്കൂളുകളിൽ നിന്നായി 70ഓളം വിദ്യാർത്ഥികളാണ് പരിശീലനം നേടുന്നത്. ക്യാമ്പ് 3 മാസത്തോളം നീളും. അലൂമിനി കമ്മിറ്റി വൈസ് ചെയർമാൻ PV ഷീലാബായ്, AP ഷീബ, CK ഹാരിസ്, അജിത്, ബിനോയ് എന്നിവർ നേതൃത്വം നൽകി. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേന 100% യൂസർ ഫീ കളക്ഷൻ പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് ഹാളിലാണ് പ്രഖ്യാപനം നടന്നത്. അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് IAS ഹരിത കർമ്മസേനയുടെ 100% യൂസർ ഫീ കളക്ഷൻ പ്രഖ്യാപനം നടത്തി. So that is also really nice. And again, we used to talk when we were in training. They used to always tell us that waste, when we tell the word waste, waste is a neutral term. It is not a negative term. How we utilize waste, that actually defines what will happen. So if there is a waste and if you are not processing it, then you will see there is a landfill. It will catch fire. There will be a lot of health issues. So then it is negative. But if you see in our district what we are doing, as the secretary was telling me, that 100% waste is processed and it is sent to cement factories. The biodegradable is being composted in the houses only. Then that positive thing is there, waste to wealth. And Kerala as a state, we see that we are critically dependent on tourists, and that waste is very important. If you properly manage the waste, then only tourists will come. If I am a tourist, if I am coming to Kannur, and if I see waste everywhere, I will never tell anybody else to come to Kannur. But if I come and see that the waste is properly, processed, and if people are very warm and hospitable. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK തങ്കമണി അധ്യക്ഷയായി. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ഷമീന കുഞ്ഞിപ്പറമ്പത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നെല്ലൂർ ഇസ്മയിൽ ഉപഹാര സമർപ്പണം നടത്തി. പ്രതിജ്ഞാവാചകവും അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. ജൈവ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കൽ, അജൈവ മാലിന്യം ഉറവിടത്തിൽ തരംതിരിച്ച് വൃത്തിയാക്കി ഹരിത കർമ്മസേനയ്ക്ക് കൈമാറൽ എന്നിവ നിയമപ്രകാരം ഞാൻ ചെയ്യേണ്ടതും പാലിക്കേണ്ടതും എന്റെ ഉത്തരവാദിത്തമാണെന്നും എനിക്ക് ബോധ്യമുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാ രേരോത്ത്, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഷൈറീന, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ VP ശാന്ത, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷക്കീന തക്കയിൽ, കോയമ്പ്രത്ത് ഇസ്മയിൽ മാസ്റ്റർ, ബ്ലോക്ക് മെമ്പർ PK അലി, പഞ്ചായത്ത് അംഗങ്ങളായ TK ശങ്കരൻ മാസ്റ്റർ, VP സുരേന്ദ്രൻ മാസ്റ്റർ, AP നാണു എന്നിവർ സംസാരിച്ചു. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി VV പ്രസാദ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി PK നിഷ നന്ദിയും പറഞ്ഞു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ 27 അംഗൻവാടികൾക്കും 13 സ്കൂളുകൾക്കും വാട്ടർ പ്യൂരിഫയർ വിതരണം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം വടക്കുംപാട് PC ഗുരുവിലാസം ബേസിക് UP സ്കൂളിൽ നടന്നു. വാട്ടർ പ്യൂരിഫയർ വിതരണത്തിന്റെ ഉദ്ഘാടനം എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ നിർവഹിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾക്ക് ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. നമുക്കറിയാം, നമുക്ക് ഓരോ വീടിൻ്റെ അടുത്തടുത്ത് കൂടുതൽ വീടുകൾ വരുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. 3 സെൻറ്റിൽ 10 സെൻറ്റിലായിരുന്നു പണ്ട് കാലത്ത് വീടെങ്കിൽ ഇന്ന് 3 സെൻറ്റിലേക്ക് ചുരുങ്ങി വരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം എല്ലാവരും ജീവിച്ചു പോകുന്നത്. നിങ്ങളുടെ തൊട്ടപ്പുറത്ത് അയൽക്കാർ കൂടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്കറിയാം, അതേപോലെ തന്നെ 1, 2, 3 കക്കൂസുകളും ഓരോ വീടുകളിലേക്ക് വരികയാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ കിണറിനോടടുത്ത് തന്നെ അടുത്ത വീട്ടിൻ്റെ കക്കൂസിൻ്റെ ടാങ്ക് വരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം എല്ലാവരും ജീവിച്ചു പോകുന്നത്. പഞ്ചായത്ത് അംഗം P ഷിംജിത്ത് അധ്യക്ഷനായി. A പ്രശാന്ത്, സ്കൂൾ പ്രധാനാധ്യാപിക PK ജോഷിത, KT രസ്ന സദൻ, ഷാജി കാരായി എന്നിവർ സംസാരിച്ചു.
വടക്കുംപാട് SN പുരം അംഗൻവാടിയിലും വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം നടന്നു. മൊബൈൽ ഫോൺ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ തലശ്ശേരി മേഖലാ കമ്മിറ്റി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കും. ശനിയാഴ്ച നടത്തുന്ന ടൂർണമെന്റിൽ 8 ടീമുകൾ മാറ്റുരയ്ക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേഷൻ ഓഫ് കേരള MBRK അന്യം നിന്നിരുന്ന കായിക സംസ്കാരം തിരിച്ചുപിടിക്കുക, മൊബൈൽ കച്ചവടക്കാരിൽ ഉണ്ടായ ഐക്യം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തലശ്ശേരി മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ തീർച്ചയായിട്ടും ബിസിനസ് മേഖല വളരെ മന്ദഗതിയിൽ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഐക്യം കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട് എന്ന ഒരു ഉറച്ച വിശ്വാസം ഞങ്ങൾ ഉണ്ടായത് മൂലമാണ് ഞങ്ങൾ ഈ തലശ്ശേരി മേഖലാ കമ്മിറ്റി ഈ തലശ്ശേരി മേഖലയിലെ ടെക്നീഷ്യന്മാരെയും മൊബൈൽ ഷോപ്പ് ഉടമകളെയും ജീവനക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഈ വരുന്ന ശനിയാഴ്ച രാത്രി 7 മണി മുതൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിൽ ശനിയാഴ്ച വൈകിട്ട് 7 മുതൽ ക്രിക്കറ്റ് ടൂർണമെന്റ് ആരംഭിക്കും. സംസ്ഥാന സെക്രട്ടറി താഹിർ കൂത്തുപറമ്പ് ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി SIമാരായ സജേഷ്, ദീപ്തി എന്നിവർ മുഖ്യാതിഥികളാകും. യൂണിറ്റ് പ്രസിഡന്റ് ഷെറി അധ്യക്ഷനാകും. ജെസി പ്രകാശനവും നിർവഹിച്ചു. സംസ്ഥാനത്തുടനീളം മൊബൈൽ കച്ചവടക്കാരെയും ടെക്നീഷ്യന്മാരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന സംഘടനയാണ് MBRK. ഓൺലൈൻ കച്ചവടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്ന സംഘടനയാണ് മൊബൈൽ ഫോൺ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ എന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഷെരീഫ് ഫോർജി, യൂണിറ്റ് സെക്രട്ടറി അബ്ദുൽ ഖാദർ, ട്രഷറർ സജാദ് സൈഗോ, ഇല്യാസ് ചാത്താടി, മുഹമ്മദ് ഫിദ്, അഫ്സൽ, അരുൺ, അഷ്റഫ്, സനീർ എന്നിവർ പങ്കെടുത്തു. NCCയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി NCC കേഡറ്റുകൾ നടത്തുന്ന സൈക്കിൾ റാലിക്ക് കണ്ണൂർ SN കോളേജിൽ സ്വീകരണം നൽകി. ഡിസംബർ 8-ന് കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച യാത്ര 42 ദിവസം കൊണ്ട് 3232 കിലോമീറ്റർ താണ്ടി ഡൽഹിയിൽ സമാപിക്കും. ബ്രിഗേഡിയൻ നരേന്ദ്ര ചാരാങ്ങിന്റെ നേതൃത്വത്തിൽ കേണൽ VM സിംഗ്, ഗേൾ കേഡറ്റ് ഇൻസ്ട്രക്ടർ രക്ഷത, 14 NCC ഗേൾ കേഡറ്റുകൾ അടങ്ങുന്ന ടീം ആണ് സൈക്കിൾ യാത്ര നടത്തുന്നത്. ഇവർക്കാണ് കണ്ണൂർ SN കോളേജിൽ സ്വീകരണം നൽകിയത്. ഇവിടെ നിന്നും പയ്യന്നൂരിലേക്ക് യാത്ര തിരിച്ചു. കണ്ണൂരിൽ നിന്നും കേണൽ അമർദീപ് സിംഗ് ബാലി, സുബേദാർ മേജർ വെങ്കടേശ്വരലുവും പട്ടാളക്കാരും പയ്യന്നൂർ വരെ ഇവരെ അനുഗമിച്ചു. കണ്ണൂർ പോലീസ് കണ്ണൂർ മുതൽ പയ്യന്നൂർ വരെ റോഡ് സുരക്ഷയും ഒരുക്കി. കൂടാതെ DMO എല്ലാവിധ മെഡിക്കൽ സഹായവും ഉറപ്പുവരുത്തുന്നുണ്ട്. തകർക്കാൻ പറ്റാത്ത സ്ത്രീശക്തി, സാംസ്കാരിക കൈമാറ്റം, ഒരേ ഭാരതം ഒറ്റ ഭാരതം എന്നീ സന്ദേശങ്ങൾ വിളംബരം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര നടത്തുന്നത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ശോഭിക വെഡ്ഡിംഗ് സെന്റർ, തലശ്ശേരി റോഡ്, കൂത്തുപറമ്പ്. വിഷു റംസാൻ പ്രമാണിച്ച് ശോഭിക വെഡ്ഡിംഗ് സെന്റർ കൂടുതൽ സെലക്ഷനോടെ പുതുമോടിയിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ആഘോഷവേളകൾ ഏതുമാവട്ടെ, മനസ്സിനും ശരീരത്തിനും കുളിരു പകരുന്ന പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ബ്രാൻഡുകളുമായി ശോഭിക വെഡ്ഡിംഗ് സെന്റർ, കൂത്തുപറമ്പ്. വെഡ്ഡിംഗ് സാരികൾ, ലെഹങ്ക, വെഡ്ഡിംഗ് ഗൗൺ, ചുരിദാർ മെറ്റീരിയലുകൾ, ട്രെൻഡിംഗ് ടോപ്പുകൾ, കിഡ്സ് വെയർസ് തുടങ്ങി ലോകോത്തര ഷർട്ടിംഗ്, സ്യൂട്ടിംഗ്, ധോത്തി ബ്രാൻഡുകളായ LP, വാൻ ഹുസൈൻ, അലൻസോളി, ലിനൻ ക്ലബ്, റെയ്മണ്ട്, ഓട്ടോ, മിനിസ്റ്റർ വൈറ്റ്, രാംരാജ് തുടങ്ങി വൈവിധ്യമാർന്ന കളക്ഷനുമായി ശോഭിക വെഡ്ഡിംഗ് സെന്റർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. ഫോൺ 8943111148. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ,
ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത്. സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112338. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. മറ്റു വാർത്തകളിലേക്ക്. ഫെബ്രുവരിയിൽ മലപ്പുറത്ത് നടക്കുന്ന വിസ്ഡം കേരള യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായി തസ്ഫിയ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചു. ചെമ്പാട് പൊന്ന്യംപാലം സലഫി നഗറിലാണ് സമ്മേളനം നടന്നത്. വിസ്ഡം ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി അംഗം വെൽക്കം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. എത്ര നമ്മൾക്ക് ഇതുപോലത്തെ അറിവ് അല്ലാഹു തആല നൽകിയാലും നമ്മളെ മരണത്തെപ്പറ്റി നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്നവര്, കേൾക്കുന്നവര് ഒരു നിമിഷം നമ്മുടെ മരണത്തെപ്പറ്റി ചിന്തിക്കണം. ഇന്ന് എത്രത്തോളം ദഅവത്ത് കൃത്യമായിട്ടുള്ള അള്ളാന്റെ റസൂലിന്റെ സുന്നത്തുകൾ പ്രചരിപ്പിക്കുന്നോ അതിനേക്കാട്ടുപരിയായി ശക്തമായി അതിനെ എതിർക്കാനുള്ള ആൾക്കാരും ആത്മീയ വ്യാപാരം നടത്തുന്ന ആൾക്കാരുമാണ് സമൂഹത്തിൽ കൂടുതൽ വളർന്നു വരുന്നത്. അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ്. എത്രത്തോളം എവിടത്തോളം പോകും എന്നുള്ളത്. വിസ്ഡം ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് കാസിം അൽ ഹിക്മ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി CP സലീം, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, പ്രൊഫസർ ജൗഹർ മുനവർ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ തുടരെയുള്ള ആത്മഹത്യാ വാർത്തകൾ സമൂഹം ഗൗരവമായി കാണണമെന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന കൗമാരത്തിന് ജീവിത പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാതെ അഭിമുഖീകരിക്കാനും ധൈര്യത്തോടെ നേരിടാനും മാതാപിതാക്കളിൽ നിന്നും സിലബസിനും അപ്പുറമുള്ള വിദ്യയും ബോധവൽക്കരണവും അനിവാര്യമാണെന്നും പ്രശസ്ത ഫാമിലി കൗൺസിലർ ജവഹർ മുനവർ അഭിപ്രായപ്പെട്ടു. എല്ലാം വാങ്ങിക്കൊടുക്കുക, ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുക, എല്ലാം വാങ്ങിക്കൊടുത്ത് നിങ്ങൾ മക്കളെ ജീവിതം പഠിപ്പിക്കരുത്. ചിലത് കിട്ടാതെയാകുമ്പോഴുള്ള വിഷമം കുട്ടി അറിയണം. അപ്പോഴാണ് ഏതെങ്കിലും ഒരുത്തൻ സ്ത്രീധനം ചോദിക്കുമ്പോ ജീവിതത്തോട് പൊരുതി നിൽക്കാൻ കഴിയുക. ഒക്കെ നിങ്ങൾ അപ്പൊ ഈ കുട്ടിക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാം ഇങ്ങനെ വാങ്ങിക്കൊടുക്കുക. എന്ത് പറയുമ്പോഴേക്ക് വാങ്ങിക്കൊടുക്കുന്നതിനപ്പുറത്ത് ചിലതൊക്കെ കുട്ടിക്ക് കിട്ടാതെയാവണം. പ്രശ്നങ്ങൾ നേരിടാൻ പഠിക്കണം. പ്രത്യേകിച്ച് ആധുനിക കാലത്ത് ഒരാളൊരു പ്രശ്നം നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ നോ എന്ന് പറയാൻ പഠിപ്പിക്കണം. പ്രശ്നങ്ങൾ നേരിടാൻ പഠിപ്പിക്കണം. പിന്നെയോ കുട്ടിയെ ഇങ്ങനെ പോറ്റും, വലുതാക്കും. എന്നിട്ട് പ്രായപൂർത്തിയായി കൗമാരത്തിലെത്തുമ്പോ വൻമതിൽ കെട്ടും കുട്ടിന്റെ ചുറ്റും. ഈ വൻമതിലും കെട്ടി കുട്ടി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് എന്താപ്പോ എല്ലാ നിയന്ത്രണവും എനിക്കെതിരെ. ആ മതിൽ ചാടിക്കിടക്കാൻ കുട്ടി ഒരു ശ്രമം നടത്തും. അത് പൊളിക്കാൻ കുട്ടി ശ്രമിക്കുമ്പോഴാണ് വീട്ടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുക. വൻമതിൽ കെട്ടിയല്ല കുട്ടി അതിനകത്ത് ഇടേണ്ടത്, മറിച്ച് സ്നേഹത്തിന്റെ ചരട് കൊണ്ട് നിങ്ങൾ കുട്ടിയെ കെട്ടിയിടണം. ആ സ്നേഹച്ചരട് കടന്ന് കുട്ടിക്ക് പോകാൻ കഴിയരുത്. ഉമ്മയുടെ സ്നേഹം ഒരു വലിയ സമുദ്രമായി ഒഴുകി പരക്കണം. ബാപ്പയുടെ സ്നേഹം മറ്റൊരു സമുദ്രമായി ഒഴുകി പരക്കണം. ബാപ്പ ഒരു സമുദ്രം, ഉമ്മ ഒരു സമുദ്രം, സ്നേഹ സമുദ്രം. അപ്പോഴോ ഈ സമുദ്രം കടന്ന് കുട്ടിക്ക് പോവാൻ കഴിയരുത്. സമ്മേളനത്തിൽ ജില്ലാ മദ്രസ സർഗമേളയിൽ വിജയം നേടിയ ചമ്പാട് അൽ ഹിക്മ മദ്രസയിലെ വിദ്യാർത്ഥികളെയും അൽ ഫിത്ര പ്രീ സ്കൂളിലെ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു.
PK ഷെരീഫ് എലാങ്കോട്, അബൂബക്കർ ഫാറൂഖി, അഷ്റഫ് വടക്കുംപാട്, അബ്ദുൾ ഫാസിൽ, മുസമ്മിൽ ചമ്പാട്, അസ്ലം പുന്യം, മൊയ്തു കുഞ്ഞിപ്പള്ളി, ഫൈസൽ തലശ്ശേരി, റയീസ് കൂരാറ, മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വിസ്ഡം യൂത്ത് ജില്ലാ പ്രസിഡന്റ് റാഷിദ് സൊലാഹി സ്വാഗതവും അൽ ഹിക്മ സദർ ബിൻ ഫൈസൽ നന്ദിയും പറഞ്ഞു. വസ്ത്ര വ്യാപാര രംഗത്ത് മലബാറിന്റെ മനം കവർന്ന ഫാമിലി വെഡ്ഡിംഗ് സെന്റർ കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കളക്ഷനിലെ വൈവിധ്യം കൊണ്ടും വിലക്കുറവിന്റെയും സേവനത്തിന്റെയും സവിശേഷതകൾ കൊണ്ടും ഉത്തര മലബാറിലെ ഉപഭോക്താക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ 7ാമത്തെ ഷോറൂമാണ് കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാ ഗസ്റ്റിന്റെയും നിറസാന്നിധ്യത്തിൽ നിങ്ങൾ ഏവരുടെയും പെർമിഷനോട് കൂടി can we have a big round of applause, ladies and gentlemen? Here we have the moment inaugurating the official inauguration of Family Wedding Center here in Kannur. കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിന് സമീപം തായത്തീർ റോഡിലാണ് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കളക്ഷനിലെ വൈവിധ്യം കൊണ്ടും വിലക്കുറവിന്റെയും സേവനത്തിന്റെയും സവിശേഷതകൾ കൊണ്ടും ഉത്തര മലബാറിലെ ഉപഭോക്താക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ 7ാമത്തെ ഷോറൂമാണ് കണ്ണൂരിൽ ആരംഭിച്ചത്. ഏറ്റവും മികച്ചതും കാലാനുസൃതവുമായ വെഡ്ഡിംഗ് കളക്ഷനാണ് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ കണ്ണൂരിലെ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നത്. തൊഴിലാളികളാണ് വളരെ ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പ്രവർത്തനം ചെയ്യുന്നു. മാത്രമല്ല ഇതിൻ്റെ മാനേജിംഗ് ടീം അംഗങ്ങൾ വളരെ നിസ്വാർത്ഥമായി പോകും. ആത്മാർത്ഥതയോടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ സ്ഥാപനം മാറ്റിയെടുക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ സ്വീകാര്യത കിട്ടാൻ വളരെ ജനകീയമായി സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന നിരക്കിൽ ഇപ്പോൾ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ സാമ്പത്തിക ബാധ്യത അപ്പോൾ അവിടെ ഏത് കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളുകൾ അവർക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ഉപഭോക്താക്കൾക്ക് അവരുടെ അഭിരുചികൾക്കനുസരിച്ചുള്ള ഡിസൈനുകൾ കൃത്യമായി ലഭിക്കുവാൻ സ്വന്തമായി സ്റ്റിച്ചിംഗ് സ്റ്റുഡിയോയും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. 20ഓളം ലോകോത്തര ജെൻസ്, ലേഡീസ് അപ്പാരൽ ബ്രാൻഡുകളുടെ പ്രത്യേക വിഭാഗങ്ങളും ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ വിഭാഗങ്ങളിൽ നിന്നും ഓരോ ബ്രാൻഡുകളുടെയും സീസണൽ ഓഫറുകൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാവുകയും ചെയ്യും. ഷോറൂമിലെ വെഡ്ഡിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. തികച്ചും ആസ്വാദികരമായ ഒരു ഫാമിലി ഷോപ്പിംഗ് എന്ന ആശയത്തിൽ അധിഷ്ഠിതമായാണ് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ക്രമീകരിച്ചിരിക്കുന്നത്. വിവാഹ ഷോപ്പിംഗിനായി കണ്ണൂരിൽ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ എന്ന നിലയിലാണ് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ഒരുക്കിയിരിക്കുന്നത്. ക്ഷണിച്ചതിന്റെ ആ ക്ഷണം ജനങ്ങൾ സ്വീകരിച്ചതിന്റെ ഒരു കാരണമാണ് ഇന്ന് ഈ ഉദ്ഘാടന ദിവസം തന്നെ ഇത്രയും ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയത്. അതുകൊണ്ട് കണ്ണൂരിലെ ജനങ്ങൾ മാറോട് ചേർത്ത് പിടിക്കാൻ ഈ ഒരു ഫാമിലി വെഡ്ഡിംഗ് സെന്റർ തന്നെ തീരുമാനിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടന സമയത്ത് ജനത്തിരക്ക്. ഈ കണ്ണൂരിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ ഒരു സ്ഥാപനം ഇഷ്ടങ്ങൾ മാത്രം നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കൽ വാങ്ങലല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനമായി മാറും. ഞങ്ങളുടെ മെമ്പേഴ്സും ഞങ്ങളും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരു പരിശ്രമത്തിൽ ഈ നാടിൽ വലിയ മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. അത് ഞങ്ങൾ നൽകുന്നത് നഷ്ടം സഹിച്ചാലും ഇഷ്ടം കൊടുക്കുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങുക. എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക. 2ാം വാർഷികം പ്രമാണിച്ച് ലോലിനോ ഏർപ്പെടുത്തിയ ഓഫർ ഉപഭോക്താക്കളുടെ മനം കീഴടക്കി. ലോലിനോയുടെ തലശ്ശേരി ഔട്ട്ലെറ്റ് സന്ദർശിച്ചവർക്ക് കേക്ക് ഉൾപ്പെടെ പകുതി വിലക്കാണ് നൽകിയത്. രാത്രി വൈകിയും ഉപഭോക്താക്കൾ എത്തിയത് വാർഷികാഘോഷത്തെ വേറിട്ടതാക്കി. രണ്ടു വർഷം കൊണ്ട് ഉപഭോക്താക്കളുടെ മനസ്സറിഞ്ഞ സ്ഥാപനമാണ് ലോലിനോ. 2ാം വാർഷികമാകുന്നതിന്റെ ഭാഗമായാണ് വേറിട്ട ഓഫർ നൽകിയത്. കേക്ക്, കോണ്ടിനെന്റൽ ഡിഷസ്, ചാട്ട്, ഡെസേർട്ട് ഐറ്റംസ് എന്നിവ 50% വിലക്കിഴിവിലാണ് ഉപഭോക്താക്കൾക്ക് നൽകിയത്. 2 വർഷമായി ഉപഭോക്താക്കൾ ലോലിനോക്ക് നൽകിയ പിന്തുണയും പ്രോത്സാഹനവും വിലമതിക്കാനാവാത്തതാണെന്നും അതുകൊണ്ടാണ് ഇത്തരമൊരു ഓഫർ നൽകിയതെന്നും മാനേജ്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു. രാത്രി വൈകിയും നിരവധി പേരാണ് 2ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്.
പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ തളാപ്പിൽ പൂട്ടിയിട്ട വീട്ടുകിണറ്റിൽ അജ്ഞാത മൃതദേഹം. ടൗൺ പോലീസ് അന്വേഷണം തുടങ്ങി. ചരിത്രത്തെ വികൃതമാക്കാനും ചരിത്രം കീഴ്മേൽ മറിക്കാനും ചരിത്രത്തിന്റെ പേരിൽ മത തീവ്രവാദം പ്രചരിപ്പിക്കാനുമുള്ള നീക്കങ്ങളാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് KT ജലീൽ MLA. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA-യുടെ 33ാം സംസ്ഥാന സമ്മേളന ലോഗോ തലശ്ശേരി പ്രസ് ഫോറത്തിൽ പ്രകാശനം ചെയ്തു. റേഷൻ പുനഃസ്ഥാപിക്കണമെന്നും ഒഴിവുള്ള മുഴുവൻ തസ്തികയിലും നിയമനം നടത്തണമെന്നും ആവശ്യപ്പെട്ട് CPM-ന്റെ നേതൃത്വത്തിൽ മാഹി ഗവൺമെന്റ് ഹൌസിലേക്ക് ബഹുജന മാർച്ച്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ പ്രവർത്തക ടീസ്റ്റ സെതൽവാദിന് കേരളത്തിലെ പ്രമുഖ നിയമ പണ്ഡിതനും അഭിഭാഷകനും മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന അഡ്വക്കേറ്റ് KE ഗംഗാധരൻ മെമ്മോറിയൽ അവാർഡ് സമർപ്പണം വെള്ളിയാഴ്ച. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.